ഹലോ ഗൈസ്, ആദിലേനെയും നൂറേനെയും വീട്ടിൽ കയറ്റൂല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗൈസ് ലക്ഷ്മി. എവിക്റ്റായി പുറത്തേക്ക് വന്നതിന് ശേഷം ലക്ഷ്മി ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കുമോ ഗൈസ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ ആദില, നൂറ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അവർക്ക് പെണ്ണും അവർക്ക് ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ അല്ലേ. മറ്റേ ഹൈക്കോടതി വിധിയും അങ്ങനെയൊക്കെ സംഭവം ഇടപെടലും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ കൺസർവേറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മഴവില്ല ആകാശത്ത് മതി ഭൂമിയിൽ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു അവരുടെ റിലേഷൻഷിപ്പിനെ അല്ലേ. അപ്പോൾ ഈ ആദിലയും നൂറയും ഒരു ലെസ്ബിയൻ കപ്പിൾ എന്ന രീതിയിൽ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരോട് സോഫ്റ്റ് കോർണർ ആളുകൾക്കുണ്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്, ഇതൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അവരെ വീട്ടിൽ കയറ്റൂല എന്നുള്ളൊരു സംഗതി പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മി അവിടെ അടിച്ചത് അല്ലേ. നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, ഞാനൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. അപ്പോൾ അത് കാര്യമായ രീതിയിൽ ലക്ഷ്മിക്ക് അവിടെ ഒരു ബാക്ക് ഫയർ ചെയ്ത്, അതായത് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് പബ്ലിക്കായിട്ട് സൈബർ ഇടങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വന്നു. ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അല്ലേ, ഒട്ടും പുരോഗമനമില്ലാത്ത സംഗതിയാണെന്നൊക്കെ. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നേരെ ട്വിസ്റ്റായി. ഒരുപാട് ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇങ്ങനെയുള്ള ഹോമോഫോബിക്കായ ആളുകൾ, അല്ലെങ്കിൽ ലെസ്ബിയൻ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന മഴവില്ല് ആകാശത്ത് മതി എന്ന് പറയുന്ന ടീംസില്ലേ, അവർ മാത്രമല്ല ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തത് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ ആരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. വളരെ ബോൾഡായ ഒരു ലേഡിയാണ് ലക്ഷ്മി എന്ന രീതിയിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് എടുത്ത ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് സംഗതി എന്താ വെച്ചാൽ, ഇപ്പോൾ ലാലേട്ടനും അവിടെയുള്ള കണ്ടസ്റ്റൻസും എല്ലാം ലക്ഷ്മിക്കെതിരെ തിരിഞ്ഞ്, അപ്പോഴും ലക്ഷ്മി ആ സ്റ്റാൻഡിൽ ഉറച്ചാണ് നിന്നു. അപ്പോൾ അതിന് ധൈര്യം വേണമല്ലോ. അപ്പോൾ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ് ലക്ഷ്മി എന്ന കാര്യത്തിൽ. അല്ലാണ്ട് അവൾ പറഞ്ഞത് തെറ്റോ ശരിയോ, പുരോഗമനപരമാണോ അല്ലേ എന്നൊന്നല്ല. ബോൾഡ്നെസ്, അതിന് മാർക്കിട്ട് കൊടുക്കുന്ന വാമ്പൻ അടിപൊളി നമ്മുടെ താരരാജ്ഞി എന്ന രീതിയിൽ കുറേ ആളുകൾ അവളെ തലയിൽ വെച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. സോഷ്യൽ മീഡിയ കുറേ പ്രൊഫൈലുകൾ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഷോർട്ട് വീഡിയോസും റീൽസൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. ലോങ് വീഡിയോസൊക്കെ ഇങ്ങനെ സംഗതിയുണ്ട്, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ. അപ്പോൾ ഞാൻ പറയണത്, അതിന് ശേഷം ലക്ഷ്മിയുടെ അമ്മ അവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ലക്ഷ്മി നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയില്ലെങ്കിലും നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാവുന്നൊരു സംഗതി. അതും ഭയങ്കര രീതിയിൽ പ്രശ്നമായില്ലേ. അപ്പോൾ ഇവിടുത്തെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലക്ഷ്മി സോറിയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ കുറച്ച് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് വിഷയത്തെ എടുത്തത് അല്ലേ. അപ്പോൾ അതിന് ശേഷം ആ പ്രശ്നം അങ്ങനെ പോയി. ലക്ഷ്മിക്ക് അത്യാവശ്യം സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു, ബോൾഡ് ലേഡി എന്നുള്ള രീതിയിൽ, ക്ലാസ് ലേഡി എന്നൊക്കെ. ക്ലാസ് ലേഡി എന്നല്ല, ജിസേലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ക്ലാസ് ലേഡി എന്നല്ല, എന്തിനിപ്പോൾ കമ്പയർ ചെയ്യണില്ലേ, സോറി. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്തായാലും ലക്ഷ്മി ഒരു അടിപൊളി കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഗേസ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, അതിനുശേഷം ലക്ഷ്മി പുറത്തേക്ക് ലക്ഷ്മിയുടെ കൊച്ചിനെ അതിൻ്റെ ഉള്ളിലേക്ക്, ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റാത്തൊരവസ്ഥ അവിടെ വന്നല്ലോ. അങ്ങനെ വന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ലക്ഷ്മിയത്തൊരു സ്നേഹം ആളുകൾക്ക് കൂടിയെന്ന് തോന്നുന്നു ഗേസ്. അതായത് ആ കൊച്ചിനോട് കൊച്ചി എന്താ പറഞ്ഞിട്ടാണ്, കൊച്ചിന് എത്ര താല്പര്യം ഉണ്ടായിരിക്കും അമ്മേനെ കാണാൻ, അമ്മയ്ക്ക് എത്ര താല്പര്യം ഉണ്ടാവും കൊച്ചിനെ കാണാൻ. ആ ഇമോഷനെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അംഗീകരിക്കാത്തത്, അവരോട് മനഃപൂർവ്വം പ്രതികാരം ചെയ്യുകയാണ് ലക്ഷ്മിയുടെയും കൊച്ചിനോടും എന്നുള്ള രീതിയിൽ കാര്യമായിട്ട് അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദിലേനെയും നൂറേനെയും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞതിനോടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിനുള്ള പ്രതികാരമായിട്ടാണ് ആ കൊച്ചിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റാണ്ടിരിക്കണത്, ലക്ഷ്മീനെ കാണാൻ സമ്മതിക്കാണ്ടിരുന്നത് എന്നൊരു സംഗതി. ഓക്കെ, എന്തായാലും എനിക്ക് പുറത്തേക്ക് വന്നതിന് ശേഷം ലക്ഷ്മി ഇപ്പോഴും വീട്ടിൽ കയറ്റൂല അവരെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് പുറത്തുനിന്ന് ഇത്രയും സപ്പോർട്ട് ഉണ്ട് എന്ന് പുറത്ത് വന്നപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംഗതിയായിട്ടാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ അഭിഷേക് ശ്രീകുമാറും കഴിഞ്ഞ സീസണിൽ ഇങ്ങനെയല്ലേ മഴവില്ലിനെതിരെ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ, വേറെ രീതിയിൽ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി, ദുരുപയോഗം ചെയ്യാൻ വേണ്ടി വരുന്ന ഇങ്ങനെയുള്ള ആളുകളെ എന്നുള്ള രീതിയിലാവും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അല്ലേ. പക്ഷേ ലക്ഷ്മി അങ്ങനെയല്ല പറഞ്ഞത്, ആക്ഷേപിക്കുന്ന ഒരു രീതിയിൽ. പക്ഷേ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ലക്ഷ്മി ആദില നൂറേനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള സംഗതി. അത് എനിക്ക് തോന്നുന്നത് എന്താ സംഭവം എന്നാവും. എന്തായാലും ലക്ഷ്മി കാര്യമായി വെറുപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും. ഇപ്പോൾ ഔണിയലിൻ്റെ കാര്യത്തിലൊക്കെ കാണാത്ത സംഗതിയിൽ കയറി ഇടപെട്ടിട്ട് സംഗതികളൊക്കെ. ഒരു ഗാർഡിയൻ ചമയ, വലിയ ചേച്ചി ചമയ, വലിയേട്ടൻ ചമയ എന്നൊക്കെ പറയില്ല, അതുപോലെ വലിയ ചേച്ചി ചമയ. എനിക്ക് തോന്നണത് ഓണിയൽ, പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം വെച്ചോ, ഓണിയലിൻ്റെ ഭാഗത്താണ്
ന്യായമെങ്കിൽ കൂടി ഒണിയലിന് പുറത്ത് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം. കാരണം ഇവൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇവൻ്റെ മമ്മിയും കൂടിയും പുറത്തുനിന്ന് വന്ന് കാണാം എന്നുള്ള രീതിയിലൊരു സംഗതി പറഞ്ഞപ്പോൾ എന്തിനാണ് ഈ പേഴ്സണൽ ഗ്രഡ്ജ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞിട്ട് സപ്പോർട്ടേഴ്സൊക്കെ ഉൾവലിഞ്ഞ് ഒണിയലിൻ്റെ മമ്മിയുടെയും അല്ലേ. അപ്പോൾ ഇവിടെ ലക്ഷ്മി ഒരു കാര്യം വെച്ചേക്ക് പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ അവരെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുമ്പോൾ അപ്പം എന്താ ആ ന്യായം ഇവിടെ വരൂലേ? അതൊരു പെണ്ണായതുകൊണ്ടുള്ള ആളുകൾക്കുള്ള ഒരു പ്രത്യേക സ്നേഹവും പരിഗണനയും അവിടെ ഉണ്ടാവുമോ? ഇതെന്താ വിക്ടിം കാർഡോ? എന്തായാലും ഞാൻ ആലോചിക്കണത് ഒരു പക്ഷേ നമുക്കൊരു ഇൻ്റർവ്യൂ കാണാൻ സാധ്യതയുണ്ട്, ലക്ഷ്മിയും ഒണിയലും ഒരുമിച്ചിട്ട് ഒരു ആങ്കറും തല്ലുപിടിയാവുമെന്നാവോ ഇൻ്റർവ്യൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ഗൈസ്. ലക്ഷ്മി എന്തുകൊണ്ടായിരിക്കും ആദില നൂറിൻ്റെ ഉള്ളിൽ കമ്പനിയാവുകയൊക്കെ ചെയ്ത് അവർ ആ വിഷയത്തെ ഇനി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറയില്ലേ, കോംപ്രമൈസ്ഡ് ആയ രീതിയിലോ ഒക്കെ അവിടെ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് ആ വിഷയത്തെ സംസാരിച്ചതിന് ശേഷം വീട്ടിൽ കയറ്റാൻ പറ്റൂല എന്നുള്ളൊരു സംഗതി ഇല്ല, വീട്ടിൽ പറ്റൂല എന്നല്ല കയറ്റൂലെന്ന്. എന്നിട്ട് അങ്ങനെയുള്ള ഒരാൾ പുറത്തേക്ക് വന്നിട്ട് ഞാനവരെ വീട്ടിൽ കയറ്റൂല അത് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ചേതോവികാരം കാരണം എന്തായിരിക്കും ഗൈസ്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി, ഞാൻ ഈ വീഡിയോ 2-3 വട്ടം ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ മൈക്ക് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് റെഡി ആവണേ ഇല്ലായിരുന്നു. അവസാനം ഞാൻ മൈക്കില്ലാണ്ട് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.